ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ലൊരു ദിവസം നിനക്ക് പ്രത്യേകമായിട്ട് നേരുകയാണ്. ഈശോ സകലവിധ ദാനങ്ങൾ കൊണ്ടും നിന്നെ നിറയ്ക്കട്ടെ, നിന്റെ പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ. ഈശോയോട് ചേർന്ന് നമ്മൾ ജീവിതം നയിക്കുമ്പോൾ, ക്രിസ്മസിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ നമ്മൾ കൂടുതൽ ഈശോയിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഈശോയിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നിറവ് നിന്നിലുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ശക്തമായിട്ട് നിന്നിൽ ആവസിക്കും. സക്കറിയായിലേക്ക് നിന്റെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 67-ാം തിരുവചനം. അവൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. അവൻ്റെ എന്ന് പറഞ്ഞാൽ സ്നാപകയോഹന്നാൻ്റെ പിതാവായ സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പ്രവചിച്ചു. പിന്നീടുള്ള പ്രവചനം മുഴുവൻ സ്നാപകയോഹന്നാനെ കുറിച്ചുള്ളതാണ്. അദ്ദേഹം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് പ്രവചിച്ചു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടത്? ജീവിതം ത്രിത്വൈക ദൈവത്തിന് ഏറ്റവും ചേർന്നതായിരുന്നു. ആത്മാവിന് കടന്നു വരാൻ തക്ക രീതിയിൽ തുറവിയുണ്ടായിരുന്നു. ജീവിതത്തിലൊരു അവിശ്വാസമൊക്കെ വന്നു, പക്ഷെ ദൈവത്തിന് വേണ്ടി പിന്നീട് അങ്ങ് നിലകൊണ്ടു. ആ നിലകൊണ്ട അവസരത്തെ ആത്മാവ് ശക്തമായിട്ട് ആകർഷിച്ചു. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിൽ ചിലപ്പോൾ കുറവുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. വിശ്വാസത്തിൻ്റെ മേഖലയിൽ ചിലപ്പോൾ ഉയർത്തുന്ന താഴ്ചയൊക്കെ ഉണ്ടാവും. പക്ഷെ നീ ഇന്ന് മനസ്സ് വെച്ചാൽ, ഇന്ന് നീ ഈശോയോട് ഒട്ടിച്ചേർന്നാൽ, നീ ഈശോയിലേക്കൊന്ന് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ നിറയും. നീയും പ്രവചിക്കും. നിൻ്റെ ജീവിതം അഭിഷേകം നിറഞ്ഞതായി തീരും. അത് നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങളെ ഒന്ന് കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിന്നോട് ഒട്ടിച്ചേരുമ്പോൾ, ത്രിത്വത്തോട് ഒട്ടിച്ചേരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അഭിഷേകത്താൽ നിറയപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ നിമിഷം എന്നെ കേൾക്കുന്ന ഈ വ്യക്തി നീയാൽ നിറയപ്പെടുവാനായിട്ട്, പരിശുദ്ധാത്മാവിനെ നിറയപ്പെടുവാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ കൃപ ജ്വലിക്കട്ടെ. ആത്മാവിൻ്റെ കൃപയാൽ ജ്വലിച്ചുകൊണ്ട് നിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുവാനായിട്ട്, നിൻ്റെ ജീവിതം സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് വ്യക്തിക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദിയിലും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആരാധന